ചേച്ചി 15-നെ റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികവാ. കുറെ കലാപരിപാടികളുണ്ടെന്ന്. ആഹാ. എന്റെ പൊന്നെ, എനിക്കിതിനൊന്നും ഒരു താല്പര്യവുമില്ലേ. കുറെ പെണ്ണുങ്ങളെല്ലാം കൂടെ അണിഞ്ഞൊരുങ്ങി വരും, എന്നിട്ട് വട്ടം വളഞ്ഞിരുന്നിട്ട് കൊതിയും നുണയും പറയും. എല്ലാത്തിന്റെയും വിചാരം വലിയ ആളുകളാണെന്നാ. അയ്യോ, ഞാനില്ലേ. ഇല്ല ചേച്ചി, കുറെ കലാപരിപാടികളുണ്ട്. പാട്ടും ഡാൻസും പിന്നെ നാടകമുണ്ട്. എല്ലാം ഈ കോളനിക്കാരാ ചെയ്യുന്നത്. ഈ കോളനിലുള്ള ആർക്കാ പാട്ടും ഡാൻസും ഒക്കെ അറിയാവുന്നത്? ഒരു പാട്ടങ്ങ് വെച്ചിട്ട് എല്ലാരും കൂടെ കിടന്ന് അങ്ങ് തുള്ളുമായിരിക്കും. ഇതായിരിക്കും ഡാൻസ്. ആളുകൾക്ക് ഷൈൻ ചെയ്യാൻ കിട്ടുന്ന അവസരമല്ലേ ചേച്ചി. ഒരുവിധം പാട്ട് പാടി ഒപ്പിച്ചാ മതി, നല്ല കയ്യടി കിട്ടും. ചേച്ചിക്ക് പാട്ട് പാടാൻ അറിയാവോ? അറിയാവോന്ന്? എനിക്കോ? നിനക്കത് അറിയില്ല? ഇല്ല. കേട്ടിട്ടുമില്ല? ഇല്ല. എടി, സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ പാട്ടിനും ഡാൻസിനും ഒക്കെ ആർക്കായിരുന്നു ഫസ്റ്റ്? ആർക്ക്? എന്തോരം ട്രോഫി ഉണ്ടെന്ന് അറിയോ? പക്ഷെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല, വീട്ടിലാ. ആണോ? തറവാട്ടില്. പക്ഷെ ഇവിടെ ഞാൻ പാടത്തില്ല. എന്താണെന്നറിയോ പാടാത്തത്? ഈ പാടാൻ അറിയാത്തവരോട് പാടിക്കഴിഞ്ഞാൽ നമുക്കും കൂടെ നാണക്കേടാവും. ചേച്ചി നന്നായിട്ട് പാടിക്കഴിഞ്ഞാൽ ചേച്ചി സ്റ്റാറാ. ഇപ്പൊ ഈ കോളനിക്കകത്ത് ചേച്ചി അങ്ങനെ വലുതായിട്ട് ആർക്കും അറിഞ്ഞൂടല്ലോ. പക്ഷെ സ്റ്റേജിൽ കയറി പാടിക്കഴിഞ്ഞാ ചേച്ചി പിന്നെ ഇവിടെ പോപ്പുലർ അല്ലേ. നമുക്ക് അത്ര വലിയ പോപ്പുലർ ഒന്നും ആവണ്ടേ. ചേച്ചി, കഴിഞ്ഞ തവണ ഒരു നാടകം ഉണ്ടായിരുന്നേ, ഗവൺമെന്റ് കോളേജിലെ സാറാ എഴുതിയത്. നാടകം കഴിഞ്ഞപ്പോ എന്തോ ഒരു കയ്യടിയായിരുന്നെന്നറിയാവോ? അടിപൊളിയായിരുന്നു. ആ സാറിന്റെ വൈഫിന്റെ പേര് ലക്ഷ്മി എന്നായിരുന്നു. നാടകം കഴിഞ്ഞപ്പോഴേ ഈ സാറിന്റെയും ചേച്ചിയുടെ കൂടെ ഫോട്ടോ എടുക്കാനായിട്ട് ആൾക്കാർ എന്തൊരു തിരക്കായിരുന്നെന്നറിയാവോ? സ്റ്റേജിൽ കയറ്റി ആദരിക്കുന്ന സമയത്ത് ആ ചേച്ചിയും കൊണ്ടാ കേറിയത്. എന്നിട്ട് പുള്ളി പറഞ്ഞതേ, എന്റെ എല്ലാ വിജയങ്ങൾക്ക് കാരണം എന്റെ ഭാര്യ ലക്ഷ്മിയാണെന്ന്. ഓഹ് എന്റെ അമ്മോ, അവിടെ ഇരുന്ന ജനങ്ങള് മൊത്തം എണീറ്റ് നിന്ന് ഒരൊറ്റ കയ്യടി. ഓഹ്, രോമാഞ്ചമായി പോയി, രോമാഞ്ചം. ആർക്കും അറിഞ്ഞൂടാത്ത ലക്ഷ്മി ചേച്ചിയെ പിന്നെ ഈ കോളനിയിലെ സ്റ്റാറാ, സൂപ്പർ സ്റ്റാർ. അതുപോലെ ചേച്ചി ഒരു പാട്ട് പാടിയാ മതി, സൂപ്പർ സ്റ്റാർ ആവാ ഇവിടെ. അയ്യോ, ഞാനില്ലേ, എനിക്ക് ഈ പബ്ലിസിറ്റിയുടെ ഒന്നും ഒരാവശ്യമില്ല. ഇതൊന്ന് കഴുകി വെക്ക്, ഞാൻ വരുന്നു. പവിത്രനായിരുന്ന ഡോക്ടറല്ലേ ഇവിടെ? ഉണ്ടല്ലോ, വിളിക്കണോ? ഒന്ന് വിളിച്ചു. ഇച്ചായ, പവിത്രൻ വിളിക്കുന്നേ. ആ, ഞാനാണെന്നുണ്ടോ ഡോക്ടർ ഇറങ്ങുന്നതിന് മുമ്പ് കണ്ടിട്ട് പോലെ ഒന്ന് ഓടി വെച്ചടിക്കാൻ വരുമായിരുന്നു. എന്തൊരു എനിക്കാണ് ഇന്നത്തെ ദിവസം നിന്ന് തിരിയാൻ നേരെ വില തിരക്കോട് തിരക്ക് കഴിഞ്ഞിട്ട് വാ. അതല്ല, എന്റെ അടുത്ത് ഒരു കാര്യം പറയാൻ വന്നത്. ഭയങ്കര തിരക്കാണ്. നമസ്കാരം സാറേ, ഞാനാണ് വലിയൊരു പ്രശ്നത്തിൽ പെട്ടിരിക്കുക. ഡോക്ടർ വിചാരിച്ചാലേ ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ പറ്റുമോ? ഞാൻ മനുഷ്യരെ ചികിത്സിക്കാറില്ല, ഞാൻ ഒരു മൃഗ ഡോക്ടറാണ്. ചികിത്സയുടെ പ്രശ്നമല്ലെന്ന്, റെസിഡൻസ് അസോസിയേഷന്റെ നാടകത്തിന്റെ പ്രശ്നമാണ്. നാടകത്തിന്റെ പ്രശ്നം? അതായത് ഈ വരുന്ന 15-ാം തീയതി റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികമാണ്. ആ, എല്ലാ വാർഷികത്തിനും ഒരു നാടകം പതിവാ. ഇവിടെ ഉള്ള നാട്ടുകാർ തന്നെ നാടകം എഴുതും, അവര് തന്നെ സംവിധാനം ചെയ്യും, നാട്ടുകാർ തന്നെ അഭിനയിക്കും. കഴിഞ്ഞ വർഷത്തെ നാടകം എന്നാ കീറ് നാടകമായിരുന്നു അറിയോ? സൂപ്പർ സാധനമായിരുന്നു. നമ്മുടെ ഈ ഗവൺമെന്റ് കോളേജിലെ രാജേന്ദ്ര സാർ എഴുതിയ നാടകമാണ്, ഒരു രക്ഷയില്ലായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം രാജേന്ദ്ര സാർ ഇവിടെ ഇല്ല, ഒരു സ്ഥലം മാറിപ്പോയെന്നെ. അയ്യോ, പിന്നെ എന്ത് ചെയ്യും? അല്ല, ഇപ്പോഴും വന്ന കാര്യം പറഞ്ഞില്ല. അല്ല, അതാ ഞാൻ ഈ പറഞ്ഞു വന്നത്. അവരാണ് ഈ അസോസിയേഷന് നാടകം എഴുതാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചത്. എന്റെ മനസ്സിലാണെങ്കിൽ ഒരാളുണ്ടായിരുന്നു, ഈ പ്രഹ്ലാദൻ എന്ന് പറഞ്ഞൊരു പുള്ളി. അത്യാവശ്യം നാടകത്തിന്റെ ഒക്കെ പുറകെ നടന്നൊരു വ്യക്തിയാ. അതാ ഞാൻ സത്യം പറഞ്ഞ കാര്യം കയറി ഏറ്റത്. അല്ല, ഇപ്പോഴും കാര്യം പറഞ്ഞില്ല. അല്ല, ഞാൻ ഈ പ്രഹ്ലാദൻ ചേട്ടനോട് ഞാൻ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോ പുള്ളിക്കാരൻ ഈ കാര്യം അങ്ങ് ഏറ്റു. പിന്നെന്താ? ആ പുള്ളി എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, രാവിലെ ഒരു കുപ്പി എടുത്തോണ്ട് ഇങ്ങോട്ട് വാ, കഥ ഞാൻ സെറ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞു. ഞാനിത് കേട്ടിട്ട് തന്നെ അടുത്ത് ഒരു കുപ്പി ആയിട്ട് അവിടെ ചെന്നു. ഞാൻ അവിടുത്തെ പുള്ളി കഥ പറയുമായിരിക്കും. ഈ പുള്ളി ഈ കുപ്പി 1 മണിക്കൂർ കൊണ്ട് അടിച്ചങ്ങ് തീർത്തിട്ട് ഒറ്റ ഉറക്കം. പിറ്റേ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കഥ അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്, നീ ഒരു കുപ്പി എടുത്തോണ്ട് വരാൻ. വീണ്ടും ഞാനൊരു കുപ്പി എടുത്തോണ്ട് അങ്ങോട്ട് ചെന്നു. വീണ്ടും ഇത് തന്നെ അവസ്ഥ. പിന്നെ ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറയാ, കഥ ഏകദേശം ഫുള്ള് റെഡി ആയിട്ടുണ്ട്, നീ ഒരു കുപ്പി എടുത്തോണ്ട് വരാൻ. ഞാൻ പറഞ്ഞു, കഥ തന്നാൽ നിങ്ങൾക്ക് കുപ്പി ഞാൻ തരാന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ വേണ്ടേ? ഇത് പറയും തെറിയെന്ന് പറഞ്ഞ എന്റെ ദൈവമേ, എന്റെ തല ചകിടിച്ചു പോകുന്ന തരത്തിലുള്ള തെറി. ഇനി ഞാൻ വന്ന കാര്യം ഞാൻ പറയാം. ഈ പ്രഹ്ലാദൻ എന്ന് പറഞ്ഞ പുള്ളിയെ കൊണ്ട് എഴുത്തും കാര്യങ്ങളും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഒന്ന് എഴുതണം. എഴുതിക്കോ പവിത്രൻ. ഞാനോ? ഞാനല്ല, ഡോക്ടർ എഴുതണം. ഞാനോ? അല്ല, ഡോക്ടർ ആകുമ്പോ ഇച്ചിരി എഴുത്തും വായനയും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അതുകൊണ്ട് അല്ല, അകത്തെ പൂറിക്കകത്ത് ഇഷ്ടംപോലെ ബുക്ക് ഇരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഇത്രയൊക്കെ വായിക്കുന്ന ഒരാൾക്ക് നാടകം എഴുതുന്ന ബുദ്ധിമുട്ട് തന്നെ.
വായനയും എഴുത്തും രണ്ടും രണ്ടാ. അയ്യോ അങ്ങനെ പറയരുത്. നിങ്ങളും കൂടെ കൈവിട്ട് കഴിഞ്ഞാൽ ഈ ഇവിടുത്തെ ഈ അസോസിയേഷൻകാർ എന്നെ തല്ലിക്കൊന്ന് കുഴിച്ചു കൂടുകയുള്ളൂ. ഈ പ്രഹ്ലാദിന് കുപ്പി മേടിക്കാൻ വേണ്ടി ഇച്ചിരി അഡ്വാൻസ് ഞാൻ മേടിച്ചു പോയി പ്ലീസ്. ഞാൻ നാടകം എഴുതുന്ന പ്രശ്നമേ ഇല്ല. ഇച്ചായ നാടകം എഴുതൽ എന്താ കുഴപ്പം? പവിത്ര ഇച്ചായ നാടകം എഴുതും. ആ നിനക്കെന്നാ ഭ്രാന്താണോ? പവിത്ര പോയാന്നൊക്കെ ഞാൻ എഴുതുന്നില്ല. ഞാൻ പോ. ആകെ ഉള്ളൊരു ആശ്രയം എന്ന് പറഞ്ഞ ഈ ഡോക്ടറായിരുന്നു. ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യും, സത്യപാല സാറിനെ കൊണ്ട് എഴുതിപ്പിക്കാം. എന്തിന്? ഞാൻ ഇച്ചാനെ കൊണ്ട് സമ്മതിപ്പിച്ചാ പോരെ? പവിത്ര എഴുതൊക്കെ ഞാൻ ഇപ്പൊ വരാം. വന്നൊരവസരം തട്ടിക്കളയരുത്. ഇച്ചാനൊരു നാടകം എഴുതി എന്താ കുഴപ്പം? വേറെ കുഴപ്പമൊന്നുമില്ല. എനിക്ക് നാടകം എഴുതാൻ അറിയത്തില്ല, അതേ ഉള്ളൂ. പിന്നെ ഒരു നാടകം എഴുതിച്ചിട്ട് മല മറിക്കണ കാര്യല്ലേ? എന്റെ ഇച്ചായനെ എന്തോരം നോവലും കഥയൊക്കെ വായിക്കണ ആളാണ്. അതിലേതെങ്കിലും ഒരു കഥ ഇങ്ങനെ എടുക്കണം, കുറച്ച് ഡയലോഗൊക്കെ കുത്തി കുത്തി കയറ്റിയിട്ട് അങ്ങ് കൊടുക്കണം, അത്രേ ഉള്ളു. കഥ അടിച്ചു മാറ്റാനോ? അതിന്റെ പിന്നാലെ വരുന്ന കേസിന് കോടതിയിൽ നീ പോവോ അതാ ഞാൻ പോണോ? ആര് കേസ് കൊടുക്കാനാ? എന്റെ ഇച്ചായ ഇത് കോളനിയിലുള്ള കുറച്ച് ആളുകൾ മാത്രമേ കാണത്തുള്ളൂ. ഇനി ഇവിടെ ഇതിലൊക്കെ വിവരമുള്ളത് ആരാ ഉള്ളത്? ആരും കൊണ്ട് കേസൊന്നും കൊടുക്കാൻ പോകില്ല. നിനക്കിത് എന്തിന്റെ സുഖാടി? ഞാൻ ഒരു മൃഗ ഡോക്ടറാണ്. നാടകം എഴുതാൻ ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. പിന്നെ നാടകം എഴുതാൻ കോളേജിൽ പോയി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ ഇച്ചായ വന്ന ഭാഗ്യം തട്ടിക്കളയരുത്. ഇച്ചായനെ ഒരു നാടകം എഴുതുന്നു, അത് സ്റ്റേജിൽ അഭിനയിക്കുന്നു, എല്ലാരും ഇരുന്ന് കാണുന്നു. എല്ലാവർക്കും ഇച്ചായനോട് എന്തോ ഒരു അഭിമാനമായിരിക്കും. ഇച്ചായൻ ഒരു സ്റ്റാർ ആകും, സ്റ്റാർ. എനിക്ക് സ്റ്റാർ ആവണ്ട. അതെ എനിക്ക് ആവണം. ഇച്ചായൻ സ്റ്റാർ ആയി കഴിഞ്ഞാൽ ആ ഒരു ബഹുമാനം ഈ നാട്ടുകാരിൽ നിന്ന് എനിക്കും കിട്ടും. ഞാൻ പവിത്രനോട് പറയാൻ പോയിച്ചാ നാടകം എഴുതുന്നു. അങ്ങനെയാണെങ്കിൽ നീ തന്നെ നാടകം എഴുതി കൊടുക്കേണ്ടി വരും. ഇടി ആവശ്യമില്ലാത്ത കാര്യങ്ങളുമായിട്ട് നീ എന്റെ മുന്നിൽ വന്നേക്കരുതേ പ്ലീസ്. ഇച്ചായ എന്നാടി ഇത്? ഇച്ചായനെ കൊണ്ട് പറ്റൂ ഇച്ചായ? ഇല്ലെന്ന്. എന്ത് ഒരു കഥ ഉണ്ടാക്കാൻ ഇത്ര വലിയ പാടാണോ? ആണ്. ഞാനൊരു കഥ പറയട്ടെ. ഇച്ചായനെ പോലത്തെ ഒരു ഭർത്താവ്, എന്നെ പോലത്തെ നല്ല സ്നേഹമുള്ളൊരു ഭാര്യ. ഡയലോഗൊക്കെ ഞാൻ പറഞ്ഞുതരാം, അതൊന്നും നോക്കി എഴുതിയാൽ മതി. എന്നിട്ട് വേണം സ്റ്റേജിലേക്ക് ആൾക്കാർ ചെരുപ്പ് വലിച്ചെറിയാൻ. ആരും ഒന്നും എറിയാൻ പോണില്ല. ഈ നാട്ടിൽ ഇത്രയും മനുഷ്യരുണ്ടായിട്ട് പവിത്രൻ ഇച്ചായനോടല്ലേ ഇത് വന്ന് പറഞ്ഞത്? എന്തുകൊണ്ടാ? എന്താ? എഴുത്തും വായനയും വിവരമുള്ളത് ഒരേ ഒരാള് ഇച്ചായ മാത്രമാണ് പവിത്രൻ അറിയാവുന്നത് കൊണ്ട്. എഴുത്തും വായനയും അറിഞ്ഞാൽ മാത്രം പോരാ, ഇതിന് ഭാവന വേണം. ഭാവനയാ? അതാരാ? ഓഹോ, അപ്പൊ അവള് പറഞ്ഞാലേ ഇച്ചായൻ എഴുതത്തുള്ളല്ലേ? ഒരെണ്ണം തന്നുണ്ടല്ലോ. ഭാവന, സർഗശേഷി, കൽപ്പിച്ചു കൂട്ടി എഴുതാനുള്ള കഴിവ്. പിന്നെ അത് വ്യക്തമായിട്ട് പറയണ്ടേ? വ്യക്തമായിട്ടാണ് പറഞ്ഞത്. ഇച്ചായൻ ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞത് അങ്ങോട്ട് കേട്ടാ മതി. അവസാനം ഉടക്ക് വെക്കരുത്, കേട്ടല്ലോ? ആലിസേ, ഞാൻ നാടകത്തിന്റെ മൂടില്ല. വിട് 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 വിട്. എന്തായി പോയ കാര്യം? ഇച്ചായ സമ്മതിച്ചു. സമ്മതിച്ചോ? പിന്നെ അല്ലാതെ. എന്റെ പവിത്ര, ഞാൻ പറഞ്ഞ ഇച്ചായൻ എന്തെങ്കിലും എതിര് നിക്കോ? സമ്മതിച്ച്. ഉറപ്പിക്കല്ലോ? 100% ഉറപ്പിച്ചു. പവിത്ര ഒരു കാര്യം അറിയാം, ഇച്ചായനെ ഈ നാടകം എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാ. ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാ പരിപാടിക്കും നാടകം എഴുതിക്കൊണ്ടിരുന്നത് ആരാ? ഇച്ചായനാ. പവിത്രനോട് പറയാഞ്ഞിട്ട് അത്. അതെന്നാന്നറിയോ, ഈ നാടകത്തിന്റെ കഥ എന്നാണെന്ന് പറയുമായിരുന്നുണ്ടെങ്കിൽ ഈ അസോസിയേഷൻകാരെ ചോദിക്കാൻ നേരത്തെ എനിക്ക് അതൊക്കെ പറയാമല്ലോ. കഥ ഒരു മൃഗ ഡോക്ടറുടെ കഥ. മൃഗ ഡോക്ടറുടെ കഥയോ? അത് ഇച്ചായൻ ഒരു മൃഗ ഡോക്ടർ അല്ലേ? അപ്പൊ അത് സ്വന്തം അനുഭവത്തിൽ നിന്ന് ഇച്ചായൻ എപ്പോഴും കഥ എഴുതുന്നത്. അപ്പൊ ഒരു മൃഗ ഡോക്ടറുടെ കഥ. ഓഹോ, ഈ നാടകത്തിന്റെ പേര് വല്ലതും പറഞ്ഞായിരുന്നോ? അത് തന്നെ പോരെ, ഒരു മൃഗ ഡോക്ടറുടെ ആത്മകഥ. ബെസ്റ്റ്. മൃഗ ഡോക്ടറുടെ കഥയാകുമ്പോ ഒരു ഗുണമുണ്ട്, അഭിനയിക്കാൻ മനുഷ്യന്മാര് വേണ്ട. നാട്ടിലെ പട്ടിയും പൂച്ചയും കാക്കയും കോഴിയും ആടും പന്നിയൊക്കെ അഭിനയിച്ചാൽ മതി. മൊത്തത്തിലൊരു വ്യത്യസ്തതയുണ്ടാവും. അല്ല പവിത്ര, ഈ മൃഗങ്ങൾക്ക് ഡയലോഗ് ഉണ്ടാവുമോ, അതോ വെറുതെ പാവ് പാവ് മിയാവ് മിയാവും എന്നേ ഉണ്ടാവുള്ള? പിന്നെ ഈ ഡോക്ടർ മൃഗങ്ങളുമായിട്ടാണല്ലോ സ്ഥിരം സംസർഗം, അതുകൊണ്ട് ഡോക്ടർ എഴുതുന്ന ഡയലോഗ് മൃഗങ്ങൾക്ക് മനസ്സിലാവും, പക്ഷെ ഇത് കാണാൻ വരുന്ന മനുഷ്യന്മാർക്ക് മനസ്സിലാവും എന്നുള്ളതാണ് എന്റെ സംശയം. സത്യട്ടാ, ഇങ്ങനെയുണ്ട് അസൂയ? ഏതായാലും ഒരാള് നാടകം എഴുതണം, വേറൊരാളെ കിട്ടാൻ സ്ഥിതിക്ക് ഡോക്ടർ എഴുതട്ടേന്നേ. ഈ ഡോക്ടറിന്റെ അലമാരിക്ക് അതിരിക്കുന്ന പുസ്തകങ്ങൾ കണ്ടിട്ടുണ്ടോ സാർ? ഈ വണ്ണം വരും. ഇത്രയൊക്കെ പുസ്തകങ്ങൾ ഈ സാറ് വായിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാടകമല്ല, ഒരു 100 നാടകം എഴുതാനുള്ള കഴിവ് ആ ഡോക്ടർക്കുണ്ട്.
ഇവിടെ പവിത്ര, ഈ നാടകം എഴുതണമെന്ന് പറഞ്ഞാൽ അത്ര വലിയ സംഭവമൊന്നുമല്ല. ഞാനും പണ്ട് കുറെ നാടകം എഴുതിയിട്ടുണ്ട് കോളേജിൽ പഠിച്ചപ്പോ. ആഹാ, എന്നിട്ട് അതൊക്കെ എവിടെ? അതൊക്കെ അന്ന് സ്റ്റേജിൽ അവതരിപ്പിച്ചു, സമ്മാനവും വാങ്ങി. ചേട്ടാ, സാർ നാടകമൊക്കെ എഴുതുമായിരുന്നോ? എന്നാ പിന്നെ നേരത്തെ എന്നോട് പറയുമായിരുന്നെങ്കിൽ ഈ നാടകം ഞാൻ സാറിനെ ഏൽപ്പിച്ചേനെ. പവിത്ര, നമുക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അതിങ്ങനെ വിളിച്ചു കൂടി നടക്കണതിനോട് എനിക്കിഷ്ടമല്ല. മാത്രമല്ല, എനിക്ക് ഈ പ്രശസ്തിയും ഈ പദവിയൊന്നും അതിനോടൊന്നും താല്പര്യമില്ലടേ. സാർ ഇത് മനസ്സിൽ വെച്ചോണ്ടിരുന്നത് ഞങ്ങൾ അങ്ങനെ അറിയുന്നത്. സാർ വിചാരിച്ച നല്ല ഉഗ്രൻ ഒരു കുറ്റാന്വേഷണത്തിനൊക്കെ നാടകം എഴുതാൻ പാടില്ലായിരുന്നു. കഥ അന്വേഷിച്ച് പോവുകയും വേണ്ട, സാറ് തെളിയിച്ച് ഏതെങ്കിലും ഒരു കേസ് മതിയായിരുന്നു. അതേത് കേസാ? ആർച്ചേ, അത് പോട്ടെ. ഈ പ്രാവശ്യത്തേക്ക് ഡോക്ടർ എഴുതട്ടെ. നമ്മൾ വാക്ക് പറഞ്ഞിട്ട് പിന്നെ അത് മാറ്റുന്നത് ശരിയല്ല. അടുത്ത പ്രാവശ്യത്തേക്കുള്ള നാടകത്തിന്റെ കഥ സാർ ഇപ്പോഴേ തെരഞ്ഞു വെച്ചു. പവിത്ര, ഞാൻ നാടകം എഴുതണമെങ്കിൽ കേരളത്തിലെ എണ്ണം പറഞ്ഞ ഏതെങ്കിലും ഒരു നാടക സമിതിക്ക് വേണ്ടിയായിരിക്കും. അല്ലാതെ നിങ്ങളെ ഈ ഡൂക്കിൽ റെസിഡൻസ് അസോസിയേഷൻ എഴുതാനൊന്നും എന്നെ കിട്ടൂല കേട്ടാ. KPSC ഒരു നാടകം അന്വേഷിക്കുന്നുണ്ടെന്ന് കേട്ടു. ഒന്ന് ശ്രമിച്ചു നോക്കായിരുന്നു സത്യേട്ടാ. പവിത്ര, നീ ഈ പ്രാവശ്യം നാടകത്തിൽ അഭിനയിക്കുന്നുണ്ടോ? അഭിനയിക്കുന്നുണ്ടോന്നോ? ഞങ്ങൾ കുറച്ചു പേരാണല്ലോ ഇവിടുത്തെ സ്ഥിരം നടീനടന്മാര്. അതുകൊണ്ട് തന്നെ നമ്മളും ഈ പ്രാവശ്യം അഭിനയിക്കണമെന്ന് നാട്ടുകാരുടെ ഒരു എന്താ പറയാ. പവിത്ര, ഒരു കാര്യം സൂക്ഷിച്ചോ. ചെരുപ്പേര് വരണമെങ്കിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന നടന്മാർക്ക് നേരെ ആയിരിക്കും. നാടകം എഴുതിയ ആളിന് ഒന്നും സംഭവിക്കില്ല, അയാൾ സേഫാണ്. ദൈവമേ, നിങ്ങളെ നാക്ക് ഇറം പറ്റുന്ന വർത്താനം ഒന്ന് പറയാതിരിക്കോ? ഇവിടെ പവിത്ര, ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇനി ഈ നാടകം എങ്ങാനും ചളമായി ജനങ്ങൾ വല്ല പ്രശ്നമായി കഴിഞ്ഞാൽ പിന്നെയും പണി പോലീസുകാർക്കാണ്. അതുകൊണ്ട് പറഞ്ഞതാ. ഭരതമുനി ഒരു കളം വരച്ചു. അലിസേ, ഒരു ചായ എടുത്തടി. ഇത്ര നേരമായിട്ട് ചോദിക്കണേ, നിനക്ക് അവിടെ എന്താ പരിപാടി? വരുന്നെന്ന് പറഞ്ഞെങ്കിൽ വാ. എന്തോടി ഇത്? കണ്ണുണ്ടൂടെ പുസ്തകം? ഇതെന്ത് ചെയ്യാൻ പോവാ? ഇച്ചാനല്ലേ പറഞ്ഞത് ഭാവന ഉണ്ടെങ്കിലേ നാടകം എഴുതാൻ പറ്റുള്ളെന്ന്. ഈ പുസ്തകങ്ങളൊക്കെ വായിച്ച ഭാവന ദിപ്പ വരും. എടി, നിനക്ക് ഭ്രാന്താണ്. ഇതിലൊക്കെ ഇതെന്ത് ഭ്രാന്ത് ഇച്ചായ? എന്തുവായി കാണിക്കുന്നേ? ഈ പുസ്തകങ്ങളൊക്കെ ഇച്ചായൻ കാശ് കൊടുത്ത് വാങ്ങിച്ചല്ലേ? ആണ്. എന്റെ കർത്താവേ, ഈ പുസ്തകത്തിന്റെ ഒക്കെ വില കണ്ടിട്ടേ ഞാനങ്ങ് തല കറങ്ങിപ്പോയി. ഇതൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും പ്രയോജനപ്പെടുത്തണ്ടേ ഇച്ചായ? പെട്ടെന്ന് ഇതിലേതെങ്കിലും ഒക്കെ ഒന്ന് വായിച്ചിട്ട് ഒരു കഥ അങ്ങോട്ട് എഴുതിക്കാൻ. ഒരാഴ്ചക്കുള്ളിലല്ലേ അവർക്ക് നമുക്ക് കഥ എഴുതി കൊടുക്കേണ്ടത്. പെട്ടെന്നാവട്ടെ. നോക്ക് എടി, വല്ലവരുടെയും കഥ അങ്ങനെ അടിച്ചു മാറ്റി എടുക്കാനൊന്നും പറ്റൂല. ഇതിന് കോപ്പിറൈറ്റ് ഉണ്ട്. കോപ്പിറൈറ്റിനെ കാശ് കൊടുക്കണം, പിന്നെ അവരുടെ അനുവാദവും വാങ്ങണം. നിന്റെ ഉണ്ടോ കാശ് കൊടുക്കാൻ? ഇച്ചായ, ഞാനൊരു ഐഡിയ പറയട്ടെ. പറഞ്ഞാട്ടെ. ഇച്ചായൻ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ബുക്ക് എടുത്ത് വായിക്കുന്നു. എന്നിട്ട് ഇതിലുള്ള നായകന്റെയോ നായികയുടെയോ പേര് മാറ്റുന്നു. അപ്പൊ കഥ മാറിയില്ലേ? മനസ്സിലായില്ല, ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഈ ബുക്കിലെ നായകന്റെ പേര് രാമൻകുട്ടി എന്നാണെങ്കിൽ ഇച്ചായൻ അത് എന്താക്കണം? കൃഷ്ണൻകുട്ടി എന്നാക്കണം. ഇനി അയാളുടെ ജോലി ഈ ബുക്കില് ബിസിനസ് ആണെങ്കിൽ അത് നേരെ മൃഗഡോക്ടർ ആക്കണം. മൃഗഡോക്ടർ ആക്കിയാലുള്ള ഗുണം എന്താ? മൃഗാശുപത്രി നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇച്ചായന് ഇങ്ങനെ അങ്ങ് എഴുതാൻ പറ്റും. എനിക്കൊരു കഥ ഒന്ന് ഞാൻ പറയട്ടെ. വന്നാ ഞാൻ പറഞ്ഞില്ലേ, ബുക്ക് ഇവിടെ കൊണ്ട് വെച്ചപ്പോ തന്നെ ഭാവന വന്ന് പറഞ്ഞു എഴുതാം. നീ എഴുതണ്ട, ഞാൻ എഴുതിക്കോളാം. നീ കഥയൊന്ന് കേൾക്ക്. കൊള്ളാമെങ്കില് നമുക്കിത് എഴുതാം. ഒരു ഭാര്യയും ഒരു ഭർത്താവും. ഭർത്താവിന് സർക്കാർ ഉദ്യോഗമാണ്. ഭാര്യക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, കുശുമ്പും കുന്നായ്മയായിട്ട് ഇങ്ങനെ നടക്കുന്നു. പിന്നെ ലേശം ഭ്രാന്തും ഉണ്ട്. ഈ ഭാര്യ മനസമാധാനം കൊടുക്കുന്നില്ല ഇയാൾക്ക്. ഇയാള് സഹി കെട്ട് ഈ ഭാര്യ തല്ലിക്കൊല്ലുന്നു. തൊട്ടടുത്ത് താമസിക്കുന്ന പോലീസുകാരൻ ഇയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. ജയിലിലായാലും കുഴപ്പമില്ല, സമാധാനത്തോടെ ഇരിക്കാമല്ലോ എന്ന് ആലോചിച്ച് കുറ്റവാളികളുടെ കൂടെ ഇയാൾ ജയിലിൽ സമാധാനമായിട്ട് കഴിയുന്നു. എങ്ങനെയുണ്ട് മോളെ കഥ? ഈ കഥയെ ഇച്ചായന്റെ മനസ്സിൽ തന്നെ അങ്ങ് വെച്ചാ മതി കേട്ടാ. ഇല്ല, എന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഓടിക്കണമെന്നുള്ള ആഗ്രഹം ഇച്ചായന് അതിയായിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതെ, അതങ്ങ് മനസ്സിൽ തന്നെ വെച്ചാ മതി. ദേ, ഈ ബുക്കിന് നല്ല കനമുണ്ട്. ഇതാകുമ്പോഴത്തേക്ക് 2-3 പേജ് വായിച്ചാൽ മതി. അപ്പൊ തന്നെ ഒരു നല്ല കഥ കിട്ടും. വായിക്കും പെട്ടെന്ന് അങ്ങോട്ട് എഴുതാൻ നോക്ക്.
ഇത് ഈ പുസ്തകം ഏതാണെന്ന് നിനക്ക് മനസ്സിലായ? ഇല്ല. തകഴി അറിയാമോ? ആ. തകഴിയുടെ കയറാണ്. ആണോ? മിക്കവാറും ഈ വീട്ടിൽ കയറ് മേടിക്കേണ്ടി വരും. എന്തിനാണെന്നറിയാമോ? ഒന്നുകിൽ ഞാൻ നിന്നെ തല്ലിക്കൊന്നു, ഇല്ലെങ്കിൽ ഞാൻ ഈ ഫാനിൽ കെട്ടിത്തു. പോയി ചായ ഇട്. പോ 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 പോ. ചായയൊക്കെ ചാരു തരും. എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ചായൻ കഥ എഴുതിയേ പറ്റത്തുള്ളു. കയറായപ്പോ ഇല്ലെങ്കിൽ നിന്റെ മണ്ടയിലേ എടുത്ത് പറഞ്ഞേ. ആലിസേ, ആ, ഡോക്ടർ അസോസിയേഷന് വേണ്ടി നാടകം എഴുതുന്നു കേട്ടല്ലോ, ശരിയാണോ? ഞാൻ പറഞ്ഞതാ വേണ്ട വേണ്ടാന്ന്. ഈ ഹോസ്പിറ്റലിൽ തിരക്കിന്റെ ഇടയ്ക്ക് എവിടുന്ന ഇച്ചായന് സമയം? പിന്നെ പവിത്രനാണെങ്കിൽ ഒരേ നിർബന്ധം, ഇച്ചായൻ തന്നെ എഴുതണം, ഇച്ചായൻ തന്നെ എഴുതണമെന്ന്. പിന്നെ മനസ്സിലൂടെ ആ പാവ സമ്മതിച്ചു. അത് നന്നായി. ആരെങ്കിലും വേണമല്ലോ എഴുതാൻ. കഴിഞ്ഞ വർഷം രാജേന്ദ്ര സാർ എഴുതിയേ, ഈ വർഷം രാജേന്ദ്ര സാർ ഇല്ലല്ലോ. അല്ല, ഡോക്ടർക്ക് നാടകമൊക്കെ എഴുതി ശീലമുണ്ടോ? ശീലം ഉണ്ടോന്നാ? ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാ പരിപാടിക്കും നാടകം എഴുതിക്കൊണ്ടിരുന്ന ആരാ? ഇച്ചായന. ഇച്ചായനെ പണ്ടൊരു നാടകം എഴുതി. ആ നാടകം കണ്ടിട്ടേ ഇച്ചായനെ സിനിമയിൽ എഴുതാൻ വിളിച്ച്. എന്നിട്ട് പക്ഷെ പോയില്ല, ലീവ് കിട്ടണ്ടേ. അല്ല, എന്തിനാ ലീവ്? അത് കൊള്ളാം. ഈ എഴുത്തെന്നൊക്കെ പറഞ്ഞാൽ നിസ്സാര കാര്യാണോ? ഭാവന വേണ്ടേ? ഭാവന വരണം. ഈ തിരക്കിന്റെ ഇടയ്ക്ക് എവിടുന്ന് ഭാവന വരാനാ? അപ്പൊ ഇപ്പൊ എന്ത് ചെയ്യും? ഓ, ഇത് സിനിമയല്ലല്ലോ, നാടകമല്ലേ. ഇതൊക്കെ ഇച്ചായന് നിസ്സാര കാര്യല്ലേ. എനിക്ക് ഏതായാലും സന്തോഷമായി. ഒരു എഴുത്തുകാരന്റെ അയൽവക്കത്തെ താമസിക്കുന്നതെന്ന് പറയുന്നത് നിസ്സാര കാര്യമാണോ? എഴുത്തുകാരോട് എല്ലാവർക്കും ഭയങ്കര ബഹുമാനമാ. കഴിഞ്ഞ വർഷം നാടകം എഴുതിയ രാജേന്ദ്ര സാറിനോട് എല്ലാവർക്കും ബഹുമാനമായിരുന്നു. എന്നാ ശരിട്ടാ, നമ്മൾ രണ്ടുകൂടെ ഒച്ചത്തി ഇവിടുന്ന് വർത്താനം പറഞ്ഞാലേ ഇച്ചായൻ അത് ശല്യമാവും. കഥ ആലോചിച്ചോണ്ടിരിക്ക. ഓ, മറ്റേ ഭാവനയുടെ പ്രശ്നം. ചാരു, ആ? അപ്പുറത്തെ സുന്ദരി കോതക്കെ ഭയങ്കര നിരാശ. മുഖം കണ്ടതറിയാം, മൊത്തം നിരാശയെന്ന്. എന്താ കാര്യമെന്നറിയോ? പവിത്രൻ ചെന്ന് പറഞ്ഞ് ഇച്ചായനാണ് നാടകം എഴുതണേന്ന്. അതിന്റെ അസൂയ കൊണ്ടാ. അസൂയപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ? നാടകം എഴുതുന്നതിന് ഒരു കഴിവൊക്കെ വേണ്ടേ? പിന്നെ വേണ്ടേ? അങ്ങേരെങ്ങാനുമാണ് നാടകം എഴുതിയിരുന്നെങ്കിലുള്ള അവസ്ഥ എന്തായിരുന്നു? മൊത്തം കോമഡി ആയനാ. പോലീസ് സ്റ്റേഷനിൽ വരുന്നവരോട് ചീത്ത വിളിക്കാൻ മാത്രം അറിയാവുന്ന ആള് നാടകം എഴുതിയാലുള്ള അവസ്ഥ എന്തായിരിക്കും? മൊത്തം തെറിയായിരിക്കും. എന്നിട്ട് ഈ ആർച്ച എന്താണെന്നറിയോ പറയുന്നത്? എന്റെ ഹസ്ബൻഡ് മലയാളത്തിൽ ഭയങ്കര ഡിഗ്രിയാണെന്ന്. ഡിഗ്രി ഉള്ളവരൊക്കെ നാടകം എഴുതുവോ? അതിനെ ഭാവന വേണം, ഭാവന. പിന്നെ വേറൊരു സാധനം കൂടെ ഉണ്ട്, എന്താണ്ടൊരു സർഗ്ഗശേഷി. അതും വേണം. കഴിഞ്ഞ കൊല്ലം നാടകം എഴുതിയ രാജേന്ദ്ര സാറേ കോളേജിലെ കണക്ക് പഠിപ്പിക്കലായിരുന്നേ. അപ്പൊ എല്ലാവർക്കും ഇതുപോലെ ഒരു സംശയം ഉണ്ടായിരുന്നു, ഈ കണക്ക് പഠിപ്പിക്കുന്ന ആളെങ്ങനെ നാടകം എഴുതുമെന്ന്. പക്ഷെ നാടകം കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, ഒന്നൊന്നാം തരം നാടകമായിരുന്നു. സത്യം ചേച്ചി, കിട്ടിയ നാടകമായിരുന്നു. ആ നാടകം കഴിഞ്ഞതോടുകൂടി ഈ കോളനിയിലുള്ള പെണ്ണുങ്ങൾ മൊത്തം രാജേന്ദ്ര സാറിന്റെ ഫാൻസായി. പിന്നെ സാറിനെ കാണാൻ കുറെ പെണ്ണുങ്ങൾ വീട്ടിൽ പോണ്, കോളേജിൽ പോണ്, സാറിന്റെ ഫോണിൽ മെസ്സേജ് അയക്കുന്നു, കോള് വിളിക്കുന്നു. അതിന്റെ ഇടയ്ക്ക് സ്റ്റേറ്റ് ബാങ്കിലെ ആന്റണി സാറിന്റെ മോക്ക് സാറിന്റെ അടുത്ത് ഒടുക്കത്തെ പ്രണയം. ആദ്യം സാറിന്റെ മൈൻഡൊന്നും ഇല്ലായിരുന്നു. പിന്നെ സാറിന്റെ മനസ്സൊന്ന് ഇടയ്ക്ക് പാളി. എങ്ങനെ പാളാതിരിക്കും? ഈ പെണ്ണ് ഓരോ ദിവസം ഓരോ ബുക്കിന്റെ കഥ പറഞ്ഞുകൊണ്ട് അങ്ങ് കോളേജിൽ പോവല്ലേ. അങ്ങനെ സംഗതി സീരിയസ് ആയപ്പോഴേ രാജേന്ദ്ര സാറിന്റെ ഭാര്യ ഇടപെട്ട് അവസാനം ആകെ ബഹളമായി, പ്രശ്നമായി. രാജേന്ദ്ര സാറ് ട്രാൻസ്ഫർ വാങ്ങിപ്പോയി. ഇതൊന്നും നീ നേരത്തെ എന്നോട് പറഞ്ഞില്ലല്ലോ. ഇതിപ്പോ പറയാൻ എന്തോ ഇരിക്കുന്നു എന്റെ ചേച്ചി. ഈ ചെറുപ്പക്കാര് പെമ്പിള്ളേർക്കേ കഥ എഴുതുന്നവരോട് ഭയങ്കര ഇഷ്ടമാ. ഈ ഇഷ്ടം കൂടി കൂടി ഇതിങ്ങ് പ്രേമാവും. ഒരു കണക്കിന് നോക്കിയാലേ സാറ് പോയത് നഷ്ടമായി. ഇല്ലെങ്കിൽ ഈ കൊല്ലവും സാറ് തന്നെ നാടകം എഴുതുമായിരുന്നല്ലോ. കുഴപ്പമില്ല, ഡോക്ടർ ഉണ്ടല്ലോ, ഡോക്ടർ അടിപൊളിയായിട്ട് നാടകം എഴുതുമല്ലോ അല്ലേ? ചേച്ചി, സാറിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുക്കട്ടെ? ബ്രേക്ക്ഫാസ്റ്റ് നീ ഇവിടെ എടുത്തു വെക്ക്. ഞാനേ ചായ പോകാൻ റെഡി ആയെന്ന് നോക്കിട്ട് വരട്ടെ. ആലീസേ, എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ നേരെ. നീ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തേ. ബ്രേക്ക്ഫാസ്റ്റ് എടുത്തില്ലേ? ബ്രേക്ക്ഫാസ്റ്റ് വേണപ്പോ എടുത്ത് കഴിക്കും. വേണേ പോയി എടുത്ത് കഴിക്കാനാ? ഇനി സ്ഥിരമായിട്ട് നീ ബ്രേക്ക്ഫാസ്റ്റ് തരുന്നോണ്ടല്ലേ ഞാൻ എടുത്ത് കഴിക്കാത്ത. ഇത് കഴിക്കാൻ വലിയ പാടൊന്നുമില്ല, ഞാൻ പോയി കഴിച്ചോളാം. വേണ്ട, ചാരു എടുത്ത് വെക്കുന്നുണ്ട്. ചാരുവാ?
ആ, ആ, ആ. ഞാൻ നാടകം എഴുതിയാലല്ലേ ഇനി നീ നിന്റെ കൈ കൊണ്ട് എന്തെങ്കിലുമൊക്കെ എനിക്ക് ഉണ്ടാക്കി തരും അല്ലേ? ഇച്ചായ നാടകമൊന്നും എഴുതണ്ട. ഏ? ഇച്ചായ നാടകമൊന്നും എഴുതണ്ടാന്ന്. അതെന്നാ? അത് ഞാൻ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോഴാ എനിക്കൊരു കാര്യം മനസ്സിലായത്. ഈ നാടകം എഴുതുന്നത് നമുക്ക് പറ്റിയ പരിപാടിയല്ല. ഇച്ചായൻ ഇപ്പൊ നാട്ടില് നല്ലൊരു മൃഗ ഡോക്ടർ എന്നുള്ളൊരു വിലയുണ്ട്. എന്തിനാ വെറുതെ ഈ നാടകമൊക്കെ എഴുതിയിട്ട് ആ വില കളയുന്നത്? നാടകം എഴുതിയ വില പോകുന്നു നിന്നോട് ആരാടി പറഞ്ഞത്? വിട്ടി. എടി, നാടകമൊക്കെ എഴുതിയ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരാണ്. നിനക്ക് ആരെങ്കിലും ഒക്കെ അറിയാവോ? അതൊക്കെ എനിക്കറിയാം. ഒന്ന് പറഞ്ഞേ, ഏതെങ്കിലും ഒരു പേര് പറ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ 3-4 പേര് പറയാം. നിനക്ക് അവരെയൊക്കെ അറിയാവോ എന്ന് പറ. തോപ്പിൽ ബാസി അറിയാവോ? NN പിള്ള നിനക്ക് അറിയാവോ? PJ ആന്റണി അറിയാവോ? PJ ആന്റണി ആരാ? സിനിമയിൽ അദ്ദേഹത്തിന്റെ സംഭാവന എന്താ? എന്റെ ഇച്ച നാഷണൽ അവാർഡ് വിന്നറാണ്. അറിയായിരുന്നു, പെട്ടെന്ന് മറന്നുപോയതാ. എങ്ങനെ? എന്റെ ഇച്ചായ അത്രക്ക് വലിയ പ്രശസ്തി ഒന്നും നമുക്ക് വേണ്ട. ആ പ്രശസ്തിയൊക്കെ അവരെടുത്തോട്ടെ. ഇപ്പൊ ഇച്ചായ നല്ലൊരു മൃഗ ഡോക്ടർ എന്ന് പറഞ്ഞൊരു പ്രശസ്തി ഇല്ലേ, നമുക്ക് അത് പോരെ? എന്റെ ആലീസുട്ടി, മുന്നുകളെ, നിന്റെ അപ്പന്റെ പേര് പത്രോസ് എന്നല്ലേ? അല്ലാതെ ഓന്തെന്നല്ലല്ലോ അല്ലേ? എടി, നിന്നോട് ഞാൻ ഇത്രയും നേരം മലയാളത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ കാര്യം തന്നെയല്ലേ? അപ്പൊ നിനക്ക് മനസ്സിലായില്ല ഞാൻ നാടകം എഴുതിയാൻ പറ്റുള്ളൂ. ഇപ്പോഴെന്താ നീ കടകം പറഞ്ഞത്? ഇച്ചായ പിന്നെ ആലോചിച്ചപ്പോഴല്ലേ അതിനിടയിലൂടെ ഒരു അപകടം എനിക്ക് മണത്തത്. എന്ത് അപകടം? അല്ല, അത് വിട്. ഇച്ചായ വല്ലാത്തൊരു കാലമാണ്. ഇച്ചായന്റെ ഒരു ഒറ്റ നാടകം എഴുത്ത് കാരണം ചിലപ്പോ എന്റെ തലവര തന്നെ മാറിപ്പോയാലോ? തലവര മാറാനോ? വെറുതെ നമുക്ക് റിസ്ക് എടുക്കണ്ട. ചാരു, നീ ഇച്ചായൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്ക്. നീ പവിത്രനോട് എന്ത് പറയും? അവനോട് ഞാൻ നാടകം എഴുതി തരുമെന്ന് നീ വാക്ക് കൊടുത്തല്ലേ? എന്തു പറയും? എന്നോടാണോ ചോദിക്കുന്നത്? നീ പറ. ഇച്ചായന് കൈവേദനയാന്ന് പറയാം, എഴുതാൻ പറ്റൂല എന്ന് പറയാം. അതിന് റീസൺ പറയണ്ടേ? മൃഗാശുപത്രി വന്ന പോത്ത് ഇച്ചായന്റെ കൈക്കിട്ട് തൊഴിച്ച് കൈ മൊത്തം നീര്, എഴുതാൻ പറ്റൂല എന്ന് പറയാം. അപ്പൊ പ്രശ്നം തീർന്നില്ലേ? പ്രശ്നം കഴിഞ്ഞു. ഒരു പ്രശ്നം ഉണ്ടാക്കാനും അത് തീർക്കാനും നിനക്ക് നിമിഷ നേരം മതി. ഇങ്ങനെ ഒരു ഭാര്യയെ കിട്ടിയത് എന്റെ ഒരു ഭാഗ്യമാണ്. ചേടാ എങ്ങനെ?